ടെക് ചാറ്റിലേക്ക് സ്വാഗതം. വീടിൻ്റെ സുരക്ഷിതത്വം കൂട്ടുവാനായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് സെക്യൂരിറ്റി സിസ്റ്റംസ്. മോണിറ്ററിംഗ് ഫീസ് ഇല്ലാതെ നമുക്ക് സെൽഫായിട്ട് നമുക്ക് എങ്ങനെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിന് ബിജു മുള്ളംകുഴിത്തടത്തിൽ ഇവിടെയുണ്ട്. ഹലോ ബിജു. ഹലോ, നമസ്കാരം. നമസ്കാരം പ്രിൻസ്. നമസ്കാരം. ഈ സെക്യൂരിറ്റി സിസ്റ്റംസ് കുറേ ടൈപ്പിലുള്ളതുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് അലാമാണ് നമ്മുടെ വീടുകളിലെല്ലാം സാധാരണയായിട്ട് വെക്കുന്നത്. സ്റ്റാൻഡേർഡ് അലാമാണ്. തീർച്ചയായിട്ടും. പിന്നെ വേറൊരു സംഭവം ഉള്ളത്, നമ്മൾ കുറേ പുതിയ അലാം സിസ്റ്റംസ് മോണിറ്റേഡ് അലാംസ് ഉണ്ട്. തീർച്ചയായിട്ടും. പല കമ്പനികളുടെ മോണിറ്റേഡ് അലാംസ് ഉണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും നമ്മളൊരു €30 അല്ലെങ്കിൽ €35 അല്ലെങ്കിൽ €40 വെച്ച് നമുക്ക് ഇവർക്ക് കാശ് കൊടുത്തു. സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും. നമ്മൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ചിലപ്പോൾ അത് 1 വർഷത്തെ കോൺട്രാക്ട് ആയിരിക്കും, 2 വർഷത്തെ ആയിരിക്കും, 3 വർഷത്തെ ആയിരിക്കും. അത് എല്ലാവർക്കും ചിലപ്പോൾ അത് സ്വീകാര്യമല്ലായിരിക്കും. അപ്പോൾ 1 ഇയർ തുടങ്ങിയാണ് ഈ കോൺട്രാക്ട്. തീർച്ചയായിട്ടും പല ടൈപ്പ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് അത് വെക്കാനാണ്. നിങ്ങളുടെ ഒരു പീസ് ഓഫ് മൈൻഡ് നമ്മളത് സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രൊഫഷണലി ആയിട്ടുള്ള ഒരു അലാം വെക്കാൻ തന്നെയാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അത് വേണ്ടാത്തവർക്ക്, ഇതിപ്പോൾ യൂറോപ്പിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്, ഇത് വേണ്ടാത്തവർക്ക് ഇപ്പോൾ നാട്ടിൽ കൊണ്ടുപോകണം, ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നാട്ടിൽ കൊണ്ടുപോയി ഈ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന അലാം പോലും നമുക്ക് സ്വന്തമായിട്ട് DIY ഡു ഇറ്റ് യുവർ സെൽഫ് രീതിയിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു സിം കാർഡ് ഇടാം. ഇനി അല്ല വൈഫൈയും സിം കാർഡും കൂടെ നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് മോണിറ്റർ ചെയ്യാം. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഏത് കമ്പനിയുടെ അലാമാണ്? ഇത് കമ്പനിയുടെ പ്രൊഡക്റ്റ് കാണിക്കുന്ന ഒരു വീഡിയോ അല്ല. ഇത് അലാം സിസ്റ്റം നമുക്ക് സെൽഫായിട്ട് നമുക്ക് എങ്ങനെ ഒരു വീട്ടിൽ മറ്റാളുടെ സഹായമില്ലാതെ നമുക്ക് ഇവിടെ തന്നെ യൂറോപ്പിൽ നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അത് ഏത് കമ്പനിയുടെയാണ്? തീർച്ചയായിട്ടും ഇത് ദേവു എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ്. ദേവു നിർഭാഗ്യവശാൽ നമ്മുടെ അയർലൻഡ് മാർക്കറ്റിൽ ഇത് ഡയറക്റ്റ് ഷോപ്പിൽ നിന്നും കിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ ഡിഗ് ചെയ്ത് പോയപ്പോൾ ജർമ്മനി Amazon.de ജർമ്മനി സൈറ്റിൽ നിന്ന് ഇത് അവൈലബിൾ ആണ്. ഇതിന്റെ ബേസിക് കിറ്റ് ഏകദേശം €200 പ്ലസ് വരും. ഏറ്റവും ബേസിക് നമ്മൾ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ സെൻസേഴ്സ് ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു €300-350 എടുത്തു കഴിഞ്ഞാൽ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ ഒരു ഹൗസിലേക്കുള്ള PIR-ഉം മാഗ്നറ്റിക് ഡോർ കോണ്ടാക്റ്റും എല്ലാം നമുക്ക് കിട്ടും. ബേസിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ? ബേസിക് എന്ന് പറയുമ്പോൾ അതിന്റെ അലാമിന്റെ ഒരു സെൻട്രൽ കൺസോൾ, അതിലാണ് നമ്മൾ വൈഫൈയും നമ്മുടെ സിം കാർഡും എല്ലാം ഇടുന്നത്. അത് സെൻട്രൽ യൂണിറ്റ് ആണ്. അതിലാണ് നമ്മുടെ കീപാഡും എല്ലാം ഉള്ളത്. അതുകൂടാതെ അതിന്റെ കൂടെ ഒരു PIR ഉണ്ട്, പിന്നെ 2 മാഗ്നറ്റിക് കോണ്ടാക്ട്സ് ഉണ്ട്, 2 RFID ഉണ്ട്, പിന്നെ 2 റിമോട്ട് കൺട്രോൾ ഉണ്ട്. ഇത്രയാണ് ഏകദേശം ബേസിക് കിറ്റിൽ വരുന്നത്. ഇപ്പൊ ഞാൻ ചോദിച്ചു വരുന്നത്, ഇപ്പൊ സാധാരണ സ്റ്റാൻഡേർഡ് അലാമിന്റെ ഒരു കാറ്റഗറിയിൽ നിന്നിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ കമ്പയർ ചെയ്യുന്നത് മോണിറ്റേഡ് അലാം സിസ്റ്റം. നമ്മൾ പേയ്മെന്റ് എല്ലാ മാസവും മറ്റ് കമ്പനികൾക്ക് കൊടുക്കുന്ന ആ കമ്പനികളുടെ അലാമും ഈ പറയുന്ന ഇപ്പൊ ബിജു പറയുന്ന ഈ സിസ്റ്റവുമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഇതിനൊരു ആപ്പ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഇവരുടെ ഓൺ ആപ്പ് ഉണ്ട്, ഒരു ക്ലൗഡ് ആപ്പ് ഉണ്ട്. അതിന് നമുക്ക് നോ സബ്സ്ക്രിപ്ഷൻ, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നമുക്ക് അതിനകത്ത് നമുക്ക് തന്നെ ഓരോരോ ആക്സസറീസ് ആഡ് ഓൺ ചെയ്യാം. നമുക്കിപ്പോൾ പ്രിൻസിന് പിന്നെ തോന്നുവാണ് ഒരു PIR വാങ്ങിച്ചു വെക്കണം, 2 മാഗ്നറ്റിക് കോണ്ടാക്ട്സ് വാങ്ങിച്ചു വെക്കണം, അത് പ്രിൻസിന് തന്നെ അതിനകത്ത് ആഡ് ഓൺ ചെയ്യാം. ഞാൻ പറഞ്ഞ DIY ഡു ഇറ്റ് യുവർ സെൽഫ്. നമ്മുടെ സ്വന്തം വീട്ടിൽ വെക്കാനായിട്ട് നമുക്ക് ആരുടെയും സഹായം വേണ്ട. പക്ഷെ നമ്മളിതൊരു പ്രൊഫഷണൽ കമ്പനി ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ലൈസൻസിങ് ഒക്കെ വേണ്ടി വരും. നമ്മളിപ്പോൾ പ്രിൻസോ ഞാനോ പോയിട്ട് വേറെ ഒരാളുടെ വീടുകളിൽ ഒരുപാട് വീടുകളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞാൽ അതിന് PSA ലൈസൻസ് വേണ്ടി വരും. അല്ല, നേരെ മറിച്ച് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ ഇത് DIY ആയിട്ട് ഇതെല്ലാം ഗ്ലൂയിൽ ഒട്ടിക്കുന്നതാണ്. നമുക്ക് ഡ്രില്ലിംഗ് പോലും PIR-ന് മാത്രം ഡ്രില്ലിംഗ്, PIR സെൻസറിന് മാത്രം ഡ്രില്ലിംഗ് മതി. ബാക്കി മാഗ്നറ്റിക് കോണ്ടാക്ട്സ് എല്ലാം ഈ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലേ, അതിലാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ബേസിക് യൂണിറ്റിന് എത്ര മാഗ്നറ്റിക് ഇതാണ് വരുന്നത്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2 മാഗ്നറ്റിക് കോണ്ടാക്ട്സ് ആണ് വരുന്നത്. അത് പോരാ, ഡെഫിനറ്റ്ലി അത് പോരാ. നമ്മൾ മാക്സിമം ആഡ് ഓൺ ചെയ്യും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. നമ്മുടെ ഹൗസിന്റെ വലിപ്പം അനുസരിച്ച്, ബെഡ്റൂമിന്റെ വലിപ്പം അനുസരിച്ച് നമുക്കിപ്പോൾ കിച്ചണിൽ ഒരു PIR വെക്കാം, നമുക്ക് TV റൂമിൽ ഒരു PIR വെക്കാം, പിന്നെ മുകളിലത്തെ നിലയിൽ, ഇപ്പോൾ 2 ഫ്ലോർ ആണല്ലോ, മുകളിലത്തെ നിലയിൽ കോറിഡോറിൽ ഒരു PIR വെക്കാം, പിന്നെ നമുക്ക് സൈക്കിൾ ഷെഡ് ഉണ്ട്, സൈക്കിൾ ഷെഡിന് അകത്ത് ഒരു PIR വെക്കാം. എന്നിട്ട് ഇതെല്ലാം നമുക്ക് തന്നെ കോൺഫിഗർ ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. നമുക്കിപ്പോൾ ഹോം മോഡ് ഉണ്ട്. ഹോം മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ നൈറ്റിൽ അലാം ഇടും. അപ്പോൾ ഏതൊക്കെ PIR ഹോം മോഡിൽ വേണം, ഏതൊക്കെ മാഗ്നറ്റിക് കോണ്ടാക്ട് ആക്റ്റീവ് ആവണമെന്ന് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ആ ആപ്പിൽ എല്ലാം നമുക്ക് തന്നെ ചെയ്യാം. പിന്നെ ബാറ്ററി ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ആ പെർട്ടിക്കുലർ PIR-ന്റെ ബാറ്ററി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അത് മാത്രം ഡിസേബിൾ ചെയ്യാം. എന്നിട്ട് അതിന്റെ ബാറ്ററി ഊരാം. അല്ലെങ്കിൽ ടാമ്പർ വരും. നമുക്ക് വാണിംഗ് വരും. ഇപ്പൊ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ 2 വർഷം കഴിഞ്ഞു ഈ അലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. ഇതുവരെ എനിക്ക് ഒരു ഫോഴ്സ് അലാമാ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം പെർഫെക്റ്റ് ആണ്. അത് എന്തോ ഒരു പറവ PIR കൂടെ പറഞ്ഞതാണ് റൂമിനകത്തുള്ള. ബാക്കി ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GSM ഉണ്ട് ഇതിനകത്ത്, അതായത് സിം കാർഡ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കാരണവശാൽ, പ്രത്യേകിച്ച് ഇവിടുത്തെ കളവൊക്കെ നടക്കുന്നത് മറ്റേ വയർ കട്ട് ചെയ്യും ആദ്യം തന്നെ.
വൈഫൈയുടെ കണക്ഷൻ ആദ്യം ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. കോപ്പർ കേബിളോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ കേബിളോ കട്ട് ചെയ്യും. അപ്പൊ അതിന് പകരമായിട്ടാണ് ഇപ്പൊ GSM. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മോണിറ്റേഡ് അലാം സിസ്റ്റത്തിന് GSM തന്നെയാണ് ഇത് വയർ എങ്ങാനും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് പ്രൊഫഷണൽ അലാമിനും ഈ അലാമിനും എല്ലാം സെയിം ആണ്. നമുക്ക് ഏത് അലാമിനും വൈഫൈ ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വരും, ഇമ്മീഡിയറ്റ് ആയിട്ട് വരും, നമുക്ക് SMS ആയിട്ട് വരും, അപ്പൊ തന്നെ വരും നിങ്ങളുടെ വൈഫൈ കുറച്ച് നേരത്തേക്ക് പോയി, അത് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ റിക്കവർ ചെയ്യുമ്പോൾ അതിലും മെസ്സേജ് വരും. അപ്പൊ ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് ഇപ്പൊ GSM സിം ഉണ്ടെന്നാണ് പറയുന്നത്. സിം നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ സിം ഇപ്പൊ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഏത് കമ്പനിയുടെ വാങ്ങിക്കും, അത് അങ്ങനെ ലോക്ക്ഡ് അല്ല. അപ്പൊ ഇതിൽ നിന്ന് കോള് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പേയ്മെന്റ് നമ്മൾ ചെയ്യണ്ടേ, ടോപ്പ് അപ്പ് ചെയ്യണ്ടേ? ഒരു €5 ടോപ്പ് അപ്പ് ചെയ്തിട്ടേക്കാണ്. ഞാനിപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. ഞാൻ 6 മാസം കൂടുമ്പോൾ €5 ടോപ്പ് അപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിനകത്ത് സഫീഷ്യന്റ് ആയിട്ടുള്ള ഇതുണ്ട്, ക്രെഡിറ്റ് ഉണ്ട്, SMS വിടാനും കോൾ വിടാനും. മനസ്സിലായോ? ഡാറ്റയ്ക്ക് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം ക്രെഡിറ്റ്. അപ്പോൾ അതെന്താ അതിന്റെ ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട്സ് ഉണ്ട്. 5 പേരുടെ നമ്പർ നമുക്ക് ആഡ് ചെയ്യാം. ഫസ്റ്റ് കോൺടാക്ട്, സെക്കൻഡ് കോൺടാക്ട്, തേർഡ് കോൺടാക്ട്, അങ്ങനെ നമുക്ക് 5 ഫാമിലി മെമ്പേഴ്സിന്റെയോ ഇന്റിമേറ്റ് റിലേറ്റീവ്സിന്റെയോ ഫ്രണ്ട്സിന്റെ നമ്പർ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെക്കേഷൻ പോകുമ്പോൾ നമുക്ക് തന്നെ നമ്പർ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ പ്രിൻസ് നാട്ടിൽ പോകണമെങ്കിൽ പ്രിൻസിന്റെ ഇപ്പോൾ ഈ അലാമിന്റെ പ്രിൻസിന്റെ നമ്പർ മാറ്റിയിട്ട് നെയ്ബേഴ്സിന്റെ നമ്പർ ഇടാം. മനസ്സിലായോ? നാട്ടിൽ പോയാൽ നാട്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ക്ലൗഡ്, നാട്ടിൽ ഇന്റർനെറ്റ് ഉള്ള ഒരു മൊബൈലും ഇവിടെ ഇന്റർനെറ്റ് മതി, നമുക്ക് വേൾഡ് വൈഡിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ക്ലൗഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആപ്പിന് ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആപ്പിന് നോ സബ്സ്ക്രിപ്ഷൻ, ഒന്നുമില്ല. നമുക്ക് ആകെ ചെലവെന്ന് പറഞ്ഞാൽ സിം കാർഡ് ഒന്ന് ടോപ്പ് ചെയ്യാനായിട്ട് ഒരു €5 അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം €10 6 മാസത്തേക്ക്, അത്രയേ ഉള്ളൂ ചെലവ്. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഇപ്പൊ ചില കമ്പനിക്കാര് 3 വർഷം അല്ലെങ്കിൽ 2 വർഷം കോൺട്രാക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അത് കോൺട്രാക്ട് കഴിയുന്ന സമയത്ത് നമ്മൾ ആ സിസ്റ്റം നമ്മൾ വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആപ്പിന് കാശ് പറയുന്ന കമ്പനിയുടെ സിസ്റ്റത്തിന് ആപ്പിന് കാശില്ല. അത് ഒറ്റ പ്രാവശ്യം നമ്മൾ പേ ചെയ്ത് നമ്മൾ വാങ്ങിക്കുവാണ്, നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യുന്നു. അതെ, ഈ ആപ്പിന് പൈസ ഇല്ല. ആപ്പ് നമുക്ക് ഇപ്പൊ തന്നെ പ്രിൻസിന് അലാം വാങ്ങിക്കണമെന്നില്ല. അല്ലാതെ തന്നെ ഇതിപ്പോ ദേവിന്റെ ക്ലൗഡ് ആപ്പിൽ കയറി നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ ആപ്പ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ഇതിന്റെ യൂണിറ്റ് മൊത്തം വേണമല്ലോ, നമ്മൾ അത് കോൺഫിഗർ ചെയ്യണം. അതിന് ആ ഇൻസ്ട്രക്ഷൻ മാനുവൽസ് ഉണ്ട് കോൺഫിഗർ ചെയ്യാൻ. അപ്പോഴും വേറെ സംശയമുണ്ട്. ഇപ്പൊ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ക്ലൗഡ് സ്റ്റോറേജിന് ഇപ്പൊ എല്ലാ കമ്പനികളും കാശ് ഇടാം. ഫ്രീ ആയിട്ട് ഇത് ക്ലൗഡ് സ്റ്റോറേജ് അല്ല, ക്ലൗഡ് ആപ്പാണ്. ക്ലൗഡ് സ്റ്റോറേജ് അല്ല, ഞാൻ പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക. ക്ലൗഡ് സ്റ്റോറേജ് അല്ല, ക്ലൗഡ് ആപ്പാണ്. എവിടെയായിരിക്കും നമുക്ക് സ്റ്റോർ ചെയ്ത് കിട്ടുക? നമ്മള് യൂണിറ്റിൽ തന്നെയാണോ? നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ അതിന് നമ്മളിപ്പോ ഇത് ലോഗ് ഉണ്ട്. നമ്മളിപ്പോ അലാം എപ്പോഴാണ് ഓഫ് ചെയ്തത്, നമുക്ക് ഇതിന് 2 RFID ഉണ്ട്. RFID എന്ന് പറഞ്ഞാൽ അറിയാലോ, അലാമിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് അലാം ഡിസേബിൾ ചെയ്യാം. ചെറിയ ടാഗ് അത് തന്നെ അത് എല്ലാ പ്രൊഫഷണൽ അലാമിനുണ്ട്. ഇതിന് 2 എണ്ണം അതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ RFIDക്ക് നമുക്ക് പേര് കൊടുക്കാം. ഇപ്പൊ പ്രിൻസിന്റെ പേര് ഒരു RFIDക്ക് കൊടുക്കാം, രണ്ടാമത്തെ RFID വൈഫിന്റെ പേര് കൊടുക്കാം. അപ്പൊ ആരാണോ വീട്ടിൽ അലാം ഡിസേബിൾ ചെയ്തത് അതെല്ലാം ഇതിന്റെ കോള് ലോഗിൽ പോകും. പിന്നെ പ്രിൻസ് അലാം എങ്ങനെയാണ് ഓഫ് ചെയ്തത്, മാനുവലി കീപാഡിൽ നിന്നാണോ ഓഫ് ചെയ്തത്, വൈഫൈ ആപ്പിൽ കൂടെയാണോ ഓഫ് ചെയ്തത്, എല്ലാത്തിന്റെ ലോഗ് അതിനകത്ത് സൂക്ഷിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മോണിറ്റേഡ് അലാംസിന്റെ, അതായത് ഇപ്പൊ സാധാരണ വലിയ കമ്പനികളുടെ മോണിറ്റേഡ് അലാംസിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉണ്ട് ശരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതിനെന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു സെക്യൂരിറ്റി ഓപ്പറേഷൻ കൺട്രോൾ റൂമിൽ ഇരുന്നിട്ട് ഒരാൾ അവിടെ കോൾ എടുക്കാനും നമ്മളെ വീട് മോണിറ്റർ ചെയ്യാനുണ്ട്. അതൊരു പീസ് ഓഫ് മൈൻഡ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ അത് വേണ്ടാത്തവർക്ക് ഇപ്പൊ വലിയ ഫീസ് കൊടുക്കണ്ട, ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം, അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അത്രയും കോൺഫിഡൻസ് ഉള്ളവർക്ക് സാധനങ്ങളൊന്നും കൊണ്ടുപോകാനില്ല. എൻ്റെ ഒരു പഴയ വീടാണ്, അല്ലെങ്കിൽ നാട്ടിലൊരു പഴയ വീടുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ നല്ലൊരു വീടുണ്ട്. നാട്ടിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മോണിറ്റേഡ് അലാം ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല. നാട്ടിൽ അവൈലബിൾ ആണോ എന്നറിയില്ല. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഉണ്ടാവും, തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഫ്രീ ആപ്പ് വീടുകളിലും അലാമായി തുടങ്ങി. പക്ഷെ എത്ര വീടുകൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. ക്യാമറ ഉണ്ട്, മിക്കവാറും വീടുകളിൽ ഉണ്ടല്ലേ, അലാം സിസ്റ്റം ഉണ്ട്. CCTV ഇല്ലാത്ത വീടുകൾ ഇപ്പൊ ചുരുക്കമാണ്. ഇപ്പൊ എല്ലാ വീടുകളിലും, മിക്കവാറും വീടുകളിലും CCTVയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ഈ സിസ്റ്റത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഇപ്പൊ മോണിറ്റേഡ് അലാം സിസ്റ്റത്തിന് ഇപ്പൊ അവരെല്ലാം ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ PIR സെൻസറിന് കൂടാതെ തന്നെ PIR സെൻസറിന് പകരമായിട്ട് ക്യാമറയാണ് വെക്കുന്നത്. അതെ, ഇതിനകത്ത് ക്യാമറ ഉണ്ടോ? ഇതിനകത്ത് ക്യാമറ ഇല്ല, ഇതിനകത്ത് PIR സെൻസർ മാത്രമേ ഉള്ളൂ. കാരണം ഇതിനെന്നറിയാം, ഞാൻ എൻ്റെ കുറേ സുഹൃത്തുക്കളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്കെല്ലാം ഭയങ്കര കോൺഷ്യസാണ്. കാരണം ഈ പ്രൊഫഷണൽ അലാമിന് ക്യാമറ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പിക്ചർ അവരെ കാണുന്നുണ്ടല്ലോ, ക്ലൗഡിൽ കാണുന്നുണ്ടല്ലോ. ഇതിന് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് കുറച്ചും കൂടെ പീസ് ഓഫ് മൈൻഡാണ്. നമ്മുടെ പ്രൈവസി നമ്മുടെ കയ്യിൽ തന്നെയാണ്, നമ്മുടെ ആപ്പിലാണ്. അല്ല, ഇതിനകത്ത് PIR സെൻസർ അല്ലാതെ ക്യാമറ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ക്യാമറ ആഡ് ചെയ്യാൻ പറ്റും. ഇവരുടെ തന്നെ ദേവിന്റെ ക്യാമറ വരുന്നുണ്ട്. ക്യാമറ എക്സ്ട്രാ ആഡ് ചെയ്യാം. അത് ഡെഡിക്കേറ്റഡ് ക്യാമറയാണ്, PIR അല്ല. എന്നിട്ട് നമുക്ക് മറ്റേ ക്യാമറയുണ്ട്. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സിസ്റ്റത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനുണ്ട്. ശരിക്കും വർക്ക് ചെയ്യുന്ന ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അത് ആക്ടിവേറ്റ് ട്രിഗർ ആയി കഴിഞ്ഞാൽ കോൾ സെന്ററിൽ ഒരാൾ എടുക്കും,
ഇപ്പൊ നിങ്ങളാണ് ഫസ്റ്റ് നിങ്ങളുടെ പേര് കൊടുത്തെങ്കിൽ നിങ്ങളില്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യയുടെ വിളിച്ചിട്ട് അവിടെയും കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ പിന്നെ പാസ്വേഡ് ഉണ്ട് അതിന്. ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് 3 വർഷത്തോളം പ്രൊഫഷണൽ എല്ലാം ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസിൽ നമുക്കറിയാലോ. അതായത് പാസ്വേഡ് ചോദിക്കും നമ്മളോട്. അപ്പോൾ പാസ്വേഡ് റോങ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗാർഡനെ വിടും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഗാർഡ വന്ന് നമ്മൾ വീട്ടിൽ ആരോ ഉണ്ടോ എന്നൊക്കെ നോക്കും. അതൊരു വളരെ പീസ് ഓഫ് മൈൻഡ് ആണ്. പിന്നെ ഇതിനകത്ത് ഒരു ഏറ്റവും വലിയ ബ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് തന്നെ ഇത് കോൺഫിഗർ ചെയ്യാം. നമ്മൾ തന്നെയാണ് ഇതിന്റെ എഞ്ചിനീയർ. എത്ര എക്യുപ്മെന്റ്സ് വേണം നമുക്ക്. അവർ പറയുന്ന ഇപ്പൊ 60 സെൻസേഴ്സ് ആണെങ്കിൽ 60 സെൻസേഴ്സ് നമുക്ക് 1 by 1 ആയിട്ട് ആഡ് ചെയ്യാം. 60+ ഏകദേശം 60 എബവ് ആഡ് ചെയ്യാം. പല പല സെൻസർ, അതായത് PIR സെൻസർ ഉണ്ട്, പിന്നെ സ്മോക്ക് ഉണ്ട്. അത് ഇങ്ങോട്ടേക്ക് ഷിപ്പിംഗ് തുടങ്ങിയിട്ടില്ല. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറയുന്നത് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്മോക്ക് ഉണ്ട്, പിന്നെ വാട്ടർ ലീക്ക് ഡിറ്റക്ടർ. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പല വീടുകളും ഫ്ലഡ് ആവുന്നുണ്ട്. നമ്മൾ ഹോളിഡേ പോകുമ്പോൾ വീട് ഫ്ലഡ് ആയ നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു സെക്യൂരിറ്റി അലാമിന് അറിയാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്തൊരു ഫ്ലഡ് വാട്ടർ ലീക്ക് ഡിറ്റക്ടർ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ നമ്മുടെ മൊബൈലിൽ അലർട്ട് വരും. തീർച്ചയായിട്ടും വാട്ടറിന്റെ ആ ഒരു ജസ്റ്റ് ഒരു അംശം കിട്ടിയാൽ തന്നെ അതിനൊക്കെ സാധാരണ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെപ്പറേറ്റ് യൂണിറ്റ് വാങ്ങിച്ചിട്ട് സെപ്പറേറ്റ് വേറൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത്. അപ്പൊ ഇത് ഓൾ ഇൻക്ലൂസീവ് ആണ്. ഈ ഡോർബെല്ല് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ഡോർബെല്ല് ഉണ്ടോന്ന് എനിക്ക് അത്രയും എനിക്ക് ഇതുവരെ സെർച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല. പക്ഷെ അത് വലിയ കാര്യമല്ല. ഡോർബെല്ല് നമുക്ക് ക്യാമറ ഉണ്ടെങ്കിൽ അത് മതി. ഡോർബെല്ലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ടാമ്പർ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു സെക്യൂരിറ്റി സിസ്റ്റം 100% ഷുവർ തരുന്നില്ല. എല്ലാം റേഡിയോയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. കാരണം ഇപ്പൊ പ്രൊഫഷണലി ഇൻസ്റ്റാൾഡ് സെക്യൂരിറ്റി സിസ്റ്റവും അല്ലെങ്കിൽ നമ്മളിപ്പോൾ DIY ഡു ഇറ്റ് യുവർ സെൽഫ് അങ്ങനെ വാങ്ങിച്ചാൽ പോലും അതെല്ലാം റേഡിയോ ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് നല്ലൊരു ഫ്രീക്വൻസിയാണ്. ടാമ്പറിങ് ആന്റി ടാമ്പറിംഗ് കൊണ്ടെന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത്. പക്ഷെ എത്രമാത്രം ഫ്രീക്വൻസി ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നുള്ള പറഞ്ഞത്. ഇതിന്റെ സാധാരണ ഇപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്തു. അതെ സെർച്ച് ചെയ്ത സമയത്ത് എന്താണ് 400 400 എബോ ഉള്ളത് സാധാരണ നമ്മൾ ലോക്കൽ ഈ ചൈനീസ് കളിപ്പാട്ടങ്ങളില്ലേ അങ്ങനത്തെ ഫ്രീക്വൻസിയിലാണ് നമ്മുടെ ചൈനീസ് അലാമകളെല്ലാം വരുന്നത്. അതായത് പക്ക ചൈനീസ് മെയ്ഡ്. ഈബേലും എല്ലാം ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. 100 യൂറോ 75 യൂറോയ്ക്കൊക്കെ നമുക്ക് സിം കാർഡ് ഇടുന്നതും വൈഫൈ ഉള്ളതും കിട്ടും. അത് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അത് വെക്കരുതെന്ന് തന്നെ പറയുന്നത്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ റേഡിയോ ഫ്രീക്വൻസി ടാമ്പർ ചെയ്യാന്നുള്ളത് പലരും ഈ നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ട് വളരെ ഈസി ആയിട്ട്. പക്ഷേ ഇതിന്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രൊഫഷണൽ അലാമിന്റെ, ഞാൻ സെക്യൂരിറ്റി ഇതുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ ഫ്രീക്വൻസി പറയുന്നില്ല. കാരണം പ്രൊഫഷണൽ അലാമിന്റെ അതേ ഫ്രീക്വൻസിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇന്റർഫറൻസ് ഒക്കെ കുറവായിരിക്കും. നല്ല ലെങ്ത് നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഷെഡിൽ പോലും വെച്ചിട്ടുണ്ട്. നമ്മുടെ സെൻട്രൽ യൂണിറ്റ് ഇരിക്കുന്ന റൂമിനകത്താണെങ്കിൽ പോലും നമ്മുടെ സൈക്കിൾ ഷെഡിൽ പോലും ഒരു PIR ഇരിപ്പുണ്ട്. അതെല്ലാം ട്രിഗർ ചെയ്യും കറക്റ്റായിട്ടും. എല്ലാം പക്കയായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2 വർഷത്തിൽ ഒരു ഫോൾസ് അലാമാണ് നമ്മുടെ ഈ എക്സ്പെരിമെന്റിൽ വന്നത്. ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. എക്സ്പെരിമെന്റിൽ വന്നത് ഒരു ഫോൾസ് അലാമാണ്. അത് ചെറിയൊരു പറവ ഏതാണ്ട് ബട്ടർഫ്ലൈ ഏതാണ്ട് പറഞ്ഞപ്പോൾ മാത്രം വന്നതാണ്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നേരത്തെ ഒരു കാര്യം പറഞ്ഞത് സ്മോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ മോണിറ്റേഡ് അലാം കമ്പനികളും കൊടുക്കുന്ന ഒരു സാധനമാണ് സ്മോക്ക്. സെക്യൂരിറ്റി ഫോഗ്. അപ്പൊ ഈ സെക്യൂരിറ്റി ഫോഗ് ഇപ്പൊ നിലവിൽ ഇങ്ങോട്ട് ഷിപ്പിംഗ് ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ സെക്യൂരിറ്റി ഫോഗും ഉൾപ്പെടെ ഇതിനകത്ത് നമുക്ക് കോൺഫിഗർ ചെയ്യാവുന്ന. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി ഈ സമയത്ത് അവർക്ക് ഷിപ്പിംഗ് ഇല്ല, ഫ്യൂച്ചറിൽ തുടങ്ങുമായിരിക്കും. സെക്യൂരിറ്റി ഫോഗ് ഇപ്പോഴത്തെ പ്രൊഫഷണൽ അലാംകാർ പലരും കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ കള്ളൻ വീടിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ അലാം സിസ്റ്റത്തിൽ അവരെ ഉള്ളവര് കോൾ സെന്ററിലുള്ളവര് കള്ളനാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർ തന്നെ അവിടെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഇത് എത്ര സെക്കൻഡ് സമയത്തേക്കാണ് ഫോഗ്? അത് ഏകദേശം അവർ ഇതിന്റെ ഇപ്പൊ എനിക്ക് ദേവുവിന്റെ ഇതിൽ പറയുന്ന വെബ്സൈറ്റിൽ പറയുന്നത് എനിക്ക് അറിയാവുള്ളൂ. അവർ പറയുന്നത് 40 മിനിറ്റോളം എടുക്കും അതിന്റെ ഫോഗ് കംപ്ലീറ്റ് പോകാനായിട്ട്. അപ്പൊ അത് ഭയങ്കര ഒരു നല്ലതാണ്. നമുക്ക് വിഷൻ ഉണ്ടാവില്ല, വിഷൻ പോകും. പക്ഷെ അതെ അത് ഓരോ ബ്രാൻഡിന്റെ ഒരു ഇതാണ്. നമുക്ക് ബ്രാൻഡ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും. ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ബ്ലൈൻഡ് എന്നും പറഞ്ഞ ഒരെണ്ണം ഇറക്കാം. അപ്പൊ അത് ഓരോ ബ്രാൻഡിന്റെ ആണ്. നല്ലതാണോ അത് എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പീസ് ഓഫ് മൈൻഡ്. പക്ഷെ അതിനകത്തൊരു ഇതുവരെ ഇല്ല. ഞാൻ നോക്കിയായിരുന്നു. ഇത് ഫ്രാൻസിൽ നിന്നാണ് ഇത് സെയിൽ ചെയ്യുന്നത്. അപ്പൊ ഫ്രാൻസിൽ നിന്ന് അവര് ആമസോണിൽ ഇട്ടിട്ട് കുറച്ച് സെയിൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഈ സെക്യൂരിറ്റി ഫോഗ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ വാട്ടർ ലീക്ക് അലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിൽ വരുമായിരിക്കും തീർച്ചയായിട്ടും. പക്ഷേ ഗ്ലാസ് ബ്രേക്ക് ഒക്കെ അവൈലബിൾ ആണ്. ഗ്ലാസ് ബ്രേക്ക് ഉണ്ട്. മാഗ്നറ്റിക് കോണ്ടാക്ട് നോർമൽ ആയിട്ടുള്ള. പിന്നെ മറ്റേ PIR ഇഷ്ടംപോലെ ഉണ്ട്. അത് പെറ്റ് ഇമ്മ്യൂൺ PIR ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഡോഗും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യാത്ത രീതിയിലുള്ള അതെല്ലാ കമ്പനിക്കാരും ഇറക്കുന്നത്. അതൊക്കെ വളരെ കോമൺ സാധനങ്ങളാണ്. ഒരുപാട് വർഷമായിട്ട് തന്നെ നമ്മുടെ മാർക്കറ്റിലുള്ളതാണ്. പെറ്റ് വരുമ്പോൾ വർക്ക് ചെയ്യാത്ത ടൈപ്പ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെക്യൂരിറ്റി ഫോഗ് ഉപയോഗിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം.
നമ്മൾ ഇവർ തന്നെ ഇതിൻ്റെ ദേവിൻ്റെ സൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. അത് നമ്മൾ സെക്യൂരിറ്റി ഫോഗ് ക്യാമറയിൽ കണ്ട് ഒരു ആൾ ബ്രേക്കിന് ആയെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ ട്രിഗർ ചെയ്യാവുള്ളൂ. നമ്മൾ മാനുവലായിട്ട് അത് ട്രിഗർ ചെയ്യുന്നത്, അല്ലാത്ത രീതിയിൽ ട്രിഗർ ചെയ്യരുത് അത്. കാരണം അത് ഒരുപാട് സ്മോക്ക് കണ്ടിട്ട് നെയ്ബേഴ്സ് ചിലപ്പോൾ ഫയറിനെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, അത് എല്ലാവരും ശ്രദ്ധിക്കണം. നെയ്ബേഴ്സിനോട് നമ്മുടെ ഇൻറ്റിമേറ്റ് നെയ്ബർ ആണെങ്കിൽ അവരോടൊന്ന് പറയണം, ഞങ്ങളിങ്ങനെ ഒരു സ്മോക്ക് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും കാരണവശാൽ ഒരു ബ്രേക്കിന് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ സെക്യൂരിറ്റി ഓപ്പറേഷൻ കൺട്രോളിലുള്ള പ്രൊഫഷണൽ മോണിറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഇത് നമ്മൾ സെൽഫ് മോണിറ്റർ ആണെങ്കിൽ നമ്മൾ ആ സ്മോക്ക് ഓൺ ചെയ്യുമ്പോൾ ആ നെയ്ബേഴ്സ് വിചാരിക്കും ഇതിനകത്ത് ഫയർ ഉണ്ടെന്ന്. അവർ ഫയർ ബ്രിഗേഡിനെ വിളിക്കും. ഫയർ ബ്രിഗേഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോ പൊട്ടിക്കും, അതിലെ ഹോസ് കടത്തും, വെള്ളം ചീറ്റിക്കും. അപ്പൊ അത് ഗുണമുണ്ട് ദോഷമുണ്ട്. എനിക്ക് തോന്നുന്നു വിളിച്ചില്ലെന്നുണ്ട്. ഇത് എൻ്റെ ഒരു തീർച്ചയായിട്ടും ഇത് എൻ്റെ ഒരു ചിന്താഗതിയിലിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ. ഇത് പലർക്കും പല രീതിയിലുള്ള ചിന്താഗതി ഉണ്ട്. അപ്പോൾ എൻ്റെ ചിന്തയിൽ പറയുന്നത് ഇതിന് അപ്പം നമ്മളൊന്ന് 1-2 നെയ്ബേഴ്സ് കൊണ്ട് പറയണം, നമ്മൾ വീട്ടിലില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇങ്ങനെ ഒരു ഫോഗ് എങ്ങനെ ട്രിഗർ ചെയ്താൽ നമ്മൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാവുന്ന ഒരു പ്രത്യേകം വാൺ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഈ കമ്പനിയുടെ തന്നെ അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ക്യാമറയിൽ മേക്ക് ഷുവർ ചെയ്യണം അകത്തൊരാൾ കയറിയിട്ടുണ്ട്, കള്ളനായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് നമ്മൾ മാനുവലി ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എന്നിട്ട് നമ്മൾ റീഫിൽ ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ കോസ്റ്റ് വരും, പിന്നെ അത് ഹീറ്റ് ആവും. അങ്ങനെയൊക്കെയുള്ള പ്രിക്കോഷൻസ് ഒക്കെ അവർ പറയുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ വാങ്ങിച്ചു വെക്കട്ടെ, അത്രേ ഉള്ളൂ. അതിപ്പോൾ ഏത് കമ്പനിയുടെ ആണെങ്കിലും, ഇപ്പോൾ ഏത് കമ്പനിയുടെ ആണെങ്കിലും വെക്കുന്നത് നല്ലത് തന്നെയാണ് തീർച്ചയായിട്ടും. പല പ്രൈസ് റേഞ്ചിലുള്ളതുണ്ടാവുമല്ലോ. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ളത് ഏതാ? സെക്യൂരിറ്റി ഫോഗ് അല്ല, ഈ പറയുന്ന സിസ്റ്റം, ഈ അലാം സിസ്റ്റം. അത് കൂടിയ മാഗ്നറ്റ് സെൻസേഴ്സ് കൂടുതലുള്ള നമ്മൾ ബേസ് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളിപ്പോൾ 200 യൂറോന് ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 200 യൂറോൻ്റെ ചിലപ്പോൾ 2 സെൻസർ ആയിരിക്കും ഉണ്ടാവുള്ളൂ. നമ്മൾ 300 യൂറോ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ക്യാമറയും കൂടെ വരുന്നുണ്ടാവും. 400 യൂറോ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ സ്മോക്ക് ഡിറ്റക്ടർ കിട്ടിയിരിക്കും. ഇതെല്ലാം ഒരു ഒറ്റ ആപ്പിൽ നമുക്ക് പെയർ ചെയ്യാം. ഈ ഒറ്റ ആപ്പിൽ പെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒറ്റ ആപ്പിൽ എല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു സ്മോക്ക് ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിലൊരു വാട്ടർ ലീക്ക് ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് ഈ ഇതിൽ അലാം പുഷ് എന്ന് പറയും, ആപ്പ് പുഷ്. ഈ ആപ്പിൽ പുഷ് നോട്ടിഫിക്കേഷൻ വരും. പുഷ് നോട്ടിഫിക്കേഷൻ വരുന്നത് കൂടാതെ തന്നെ നമുക്ക് കോളും SMS-ഉം വരും, നമുക്ക് സിം കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ അലാം ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് തന്നെ ഈ ആൾക്കാർക്ക് എല്ലാവർക്കും ഇപ്പൊ 5 പേര് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, 5 പേർക്ക് ഒരേ സമയത്ത് തന്നെയായിരിക്കും പോകുന്നത് അല്ലേ? അതങ്ങനെയല്ല, അത് പ്രയോറിറ്റിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രിൻസിന്റെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി പ്രിൻസിന്റെ മൊബൈൽ നമ്പർ ആണെങ്കിൽ ആദ്യത്തെ കോള് അല്ലെങ്കിൽ ആദ്യത്തെ SMS വരുന്ന പ്രിൻസിനാണ്. അത് കഴിഞ്ഞിട്ട് അയാളെ കിട്ടിയില്ലെങ്കിൽ അടുത്ത ആൾക്ക് പോകും, കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ തന്നെയാണ് പോകുന്നത്, അല്ലാതെ എല്ലാ ആൾക്കാർക്കും ഒരേ അല്ല. അത് പ്രയോറിറ്റൈസ് ചെയ്യുന്ന. അത് കൂടാതെ പക്ഷേ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 5 പേരും ഇതിൻ്റെ ആപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ 5 പേർക്ക് ഒരേ സമയം തന്നെ പുഷ് നോട്ടിഫിക്കേഷൻ വരും ആപ്പിൽ കൂടെ. ആപ്പിൽ ടൈം ഡിലേ വരുന്നതിൻ്റെ ഒഴിവാക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ. അതെ, അത് അലാം പുഷ് നോട്ടിഫിക്കേഷൻ വരും, ആപ്പ് പുഷ് നോട്ടിഫിക്കേഷൻ വരും. ആപ്പ് ഇങ്ങനെ പുഷ് ചെയ്ത് നമുക്കൊരു സൗണ്ട് വരും, ഒരു അലാമിൻ്റെ സൗണ്ട് വരും മൊബൈലിൽ നിന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു സ്ട്രേഞ്ച് സൗണ്ടാണ്. അപ്പോൾ ഇതെന്തോ വീട്ടിൽ എന്തോ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഏത് സെൻസറാണോ ട്രിഗർ ചെയ്തതെന്ന് അതിനകത്ത് കൃത്യമായിട്ട് കാണിക്കും. അതിൻ്റെ ലോഗ് ഉണ്ടല്ലോ, അലാം ലോഗിൽ. തീർച്ചയായിട്ടും നമുക്ക് വിളിച്ചു പറയാൻ ആരും ഇല്ലല്ലോ. നമ്മ സമയം നമ്മൾ പ്രൊഫഷണൽ മോണിറ്റർ ആണെങ്കിൽ അവർ വിളിച്ചു പറയും, നിങ്ങളുടെ TV റൂമിൽ ഒരു ട്രിഗർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കിച്ചണിലെ ഡോറ് ട്രിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ട്രിഗർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിപ്പോൾ നമ്മൾ പ്രൊഫഷണലി ഇൻസ്റ്റാൾ ചെയ്ത അലാമാണെങ്കിലും നമ്മൾ സെൽഫായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത അലാമാണെങ്കിലും ഒന്നിലധികം സെൻസറുകൾ ഒരേ സമയം ട്രിഗർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഓർത്തോളണം ആരോ കയറിയിട്ടുണ്ട്. കാരണം ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ മാഗ്നറ്റിക് കോണ്ടാക്ട് ഓപ്പണായി, PIR TV റൂമിൽ PIR ഓപ്പൺ കയറും. ഇവരുടെ ടാക്ടിക്സ് എന്താണെന്ന് അറിയാം. ഇപ്പോൾ ഞാൻ പ്രിൻസിനോട് സംസാരിച്ചിട്ടുണ്ട്, പ്രിൻസിൻ്റെ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ബ്രേക്കിനുണ്ടായ ആൾക്കാരുടെ. അവരുടെ എല്ലാം ചോദിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചില അലാമിന് ഡിലേ ഉണ്ട്, 30 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് ഡിലേ ഉണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യാൻ. അതിനുള്ളിൽ ഇവർ അലാം പൊട്ടിക്കാൻ നോക്കും. ഇനി അല്ലെങ്കിൽ പോലും അവർ അടിച്ചു പൊട്ടിക്കാനാണ് നോക്കുന്നത് സാധാരണ കള്ളന്മാർ, അല്ലെങ്കിൽ പിന്നെ പഠിച്ച കള്ളന്മാരായിരിക്കണം. നമ്മൾ മൊബൈൽ നെറ്റ്വർക്ക് ജാം ചെയ്യുന്ന ജാമർ കൊണ്ടുവന്നിട്ട് ജാം ചെയ്യും. അത് ഹൈ എൻഡ് കള്ളന്മാരാണ് കൊണ്ടുവരുന്നത്. നമ്മളെ വീട്ടിലൊന്നും അത്രയും വർത്തില്ല അവർക്ക് അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാനായിട്ട്. സ്വർണം വെക്കുന്നില്ല. അതെ. പക്ഷെ എങ്കിലും നമ്മുടെ ഇന്ത്യക്കാരുടെ വീടുകളൊക്കെ ഒരുപാട് ടാർഗറ്റ് ചെയ്യേണ്ട സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സെക്യൂർ ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ വെക്കാനാണ് ഞാൻ പറയുള്ളൂ, മോണിറ്റേർഡ് ആയിട്ടുള്ള വെക്കാനേ പറയുള്ളൂ. അത് വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. ഇത് ഞങ്ങളൊരു മാർക്കറ്റിംഗ് അല്ല, പ്രൊമോഷൻ അല്ല, ഒന്നുമല്ല. ഇതാണ് ദേവു. ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവു അലാം സിസ്റ്റം SA501. ഇത് വൈഫൈ വിത്ത് GSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കും കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ്. വൈഫൈ മൊബൈൽ ഒരേ സമയം നമുക്ക് ഇതിനകത്ത് വർക്കാവും. ഒന്ന് ഡൗൺ ആയി അടുത്തത് ട്രിഗർ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. ഇതാണ് ഇതിൻ്റെ കവറ്.
ഇത് ഇതിന്റെ ഇപ്പൊ കള്ളം കയറി ഇത് ടാമ്പറിംഗ് പ്രൊട്ടക്റ്റഡ് ആണ്. അതെ ടാമ്പറിംഗ് പ്രൊട്ടക്ട് നമ്മുടെ ഈ ബേസ് യൂണിറ്റ് അവിടെ നിന്ന് അടിക്കാനോ എടുക്കാനോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടാമ്പർ വരും. അത് 24 hours അത് ഓൾറെഡി ടാമ്പറിലാണ്. പിന്നെ നമ്മുടെ സെൻസറുകൾ ഏതെങ്കിലും അഴിക്കാൻ നോക്കിയാലോ അതെല്ലാം യൂഷ്വലി അത് എല്ലാ അലാമിനും ഓൾമോസ്റ്റ് അലാമിനും അതങ്ങനെയാണ്. അതൊന്നും വലിയൊരു സംഭവമല്ല ഇന്നത്തെ കാലത്ത്. അതൊക്കെ വളരെ സിമ്പിളാണ്. അതെല്ലാം ടെക്നോളജി എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ഇതിന് പലതിനും പല ആപ്പുകൾ ഉപയോഗിക്കുന്നു. ചിലർക്ക് പ്രൊഫഷണലി മോണിറ്റേർഡ് ആയിട്ടുള്ള ഒരു സെന്റർ ഉണ്ട്. ഇതിനതില്ല. ഇത് നമുക്ക് സെൽഫായിട്ട് മോണിറ്റർ ചെയ്യുന്നു. അതിന് ദോഷങ്ങളുണ്ട് ഗുണങ്ങളും ഉണ്ട്. മറ്റേ പ്രൊഫഷണൽ അലാമിന് ദോഷങ്ങളും ഉണ്ട് ഗുണങ്ങളും ഉണ്ട്. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ പോകുന്നു. അത് മാത്രമേ ഉള്ളൂ ദോഷം എനിക്ക് തോന്നിയിട്ട്. നമുക്കൊരു 30 യൂറോയോ 40 യൂറോയോ പെർ മന്ത് കൊടുക്കണം. ഇതിനതില്ല. ഇതിന് നമുക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഒരു 300 യൂറോയോ 400 യൂറോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വർഷങ്ങളോളം ഉപയോഗിക്കാം. പിന്നെ മന്ത്ലി ഫീ ഇല്ലാതെ ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത്, മൊബൈലിൽ സിം കാർഡ് നമ്മൾ എന്തായാലും ഇടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ടോപ്പ് 6 മാസത്തിനുള്ളിലെങ്കിലും അത് എനിക്ക് തോന്നുന്നത് 6 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിം കാർഡ് ടോപ്പ് അപ്പ് ചെയ്തില്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ പോകും എന്നുള്ള ഒരു ധാരണയിൽ ഇടുന്ന കേട്ടോ. അല്ലാണ്ട് ഇത് നമ്മുടെ ഈ കമ്പനി 6 മാസമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 6 മാസം ആവുന്നതിന് മുമ്പ് നമ്മളൊരു 5 യൂറോയോ 10 യൂറോയോ ഒന്ന് ടോപ്പ് അപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഡാറ്റ ഇടണമെന്നില്ല. നമുക്ക് കോൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കോൾ വിളിക്കാനുള്ള SMS വിളിക്കാനുള്ള സംഭവം ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പരീക്ഷാടിസ്ഥാനത്തിൽ 2 വർഷമായിട്ട് സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിൻസിന് അറിയാലോ സംഭവം നല്ല ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ മോണിറ്റേർഡ് അലാം സിസ്റ്റംസിൻ്റെ എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സും അതിൽ കൂടുതൽ ഈ പറഞ്ഞ സിസ്റ്റത്തിനകത്ത് ഞാൻ കാണുന്നുണ്ട്. കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ അലാമിനും സ്മോക്ക് ഉണ്ട്. സ്മോക്ക് ഡിറ്റക്ടർ തരുന്നുണ്ട്. പക്ഷെ വാട്ടർ ലീക്ക് എത്ര പേര് തരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വാട്ടർ ലീക്ക് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. വാട്ടർ ലീക്ക് പക്ഷെ വരുമായിരിക്കും. അതും വലിയ സംഭവമൊന്നും അല്ല. നമുക്ക് ഏത് പ്രൊഫഷണൽ ആൾക്കാർക്കും ആഡ് ഓൺ ചെയ്യാവുന്നുള്ളൂ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഒരു പെർട്ടിക്കുലർ റേഡിയോ ഫ്രീക്വൻസി ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ വെക്കുന്ന അലാമിന്റെ റേഡിയോ ഫ്രീക്വൻസിയിൽ വേറെ അലാമിന്റെ സെൻസർ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിനെല്ലാം കുറെ സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് ഉണ്ട്. ഇത് തമ്മിലൊരു റേഡിയോ ഹാൻഡ് ഷേക്കിംഗ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീക്വൻസികൾ തമ്മിൽ മെഷർ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഇന്റർഫിയറൻസ് ഉണ്ടോ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും അതിന് ജാമിങ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിന്റെ ആന്റി ജാമിങ് സിസ്റ്റത്തിൽ നമുക്ക് വാണിംഗ് വരും. അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. എത്രമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്കറിയില്ല. അങ്ങനെ പറയുന്നുണ്ട്. ഡോർബെല്ല് കൊടുക്കുന്ന ചില കമ്പനിക്കാരുണ്ട്. അതെ. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ തന്നെ ഇതിന്റെ കൂടെ. അപ്പൊ ഇതും ഈ പറഞ്ഞ വാട്ടർ ലീക്ക് ഒരു മെയിൻ ഘടകം. അതെ വാട്ടർ ലീക്ക് ഇതാണ്. പിന്നെ സ്മോക്കും നല്ലതാണ്. സ്മോക്ക് നമുക്ക് ഒത്തിരി ആവശ്യം കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ ഒരു സ്മോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലാമിൽ അറിയാൻ പറ്റുമെങ്കിൽ നമുക്ക് അതും കൂടെ ഇങ്ങോട്ടേക്ക് ഷിപ്പിംഗ് ഉണ്ടെങ്കിൽ നല്ലതാണ്. സ്മോക്കും വാട്ടർ ലീക്കും ഉണ്ടെങ്കിൽ നല്ലതാണ്. ഫോഗ്, സെക്യൂരിറ്റി ഫോഗ് പിന്നെ ആവശ്യമുള്ളവർ വാങ്ങിച്ചു വെച്ചാൽ മതി. അത്രയും വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ പ്രൊഫഷണലി ഒരാളെ കൊണ്ട് കൺട്രോൾ ചെയ്യിക്കുക. നമ്മൾ ചുമ്മാ കയറി കൺട്രോൾ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഗുണത്തെക്കാളേറെ നമ്മൾ ചിലപ്പോൾ ദോഷം ഉണ്ടാക്കും. നമുക്ക് അറിയില്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാം. മനസ്സിലാക്കുക വ്യക്തമായിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് മനസ്സിലാക്കിയതിനു ശേഷം വാങ്ങിച്ചതിന് ശേഷം ഒന്നുകൂടി നോക്കിയതിന് ശേഷം എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് നോക്കി കൃത്യമായിട്ട് അത് സെൽഫ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതിന്റെ ഒരു ഡെമോ കാണാൻ പറ്റുമോ? ഡെമോ കാണാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് ബേസിക് നോളജ് മാത്രം മതി. ബേസിക് നോളജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ നിങ്ങളുടെ വൈഫൈ ആയിട്ട് പെയർ ചെയ്യാനുള്ള കഴിവ്, അതുപോലെ തന്നെയുള്ളൂ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു കഴിവ്, പിന്നെ ഒരു ഡ്രില്ല് ചെയ്യാനുള്ള കഴിവ്. ഡ്രില്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസർ PIR സെൻസർ ഫിക്സ് ചെയ്യാനുള്ള ഒരു കഴിവ്, പിന്നെ ഇതിൻ്റെ സെൻട്രൽ യൂണിറ്റ് 2 ഡ്രില്ല് ചെയ്തിട്ട് ഭിത്തിയിൽ വെക്കാനുള്ള ഒരു കഴിവ്. അങ്ങനെ ഒരു നോളജ് അത് മതി. സാധാരണ എല്ലാവർക്കും തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും. സെൻട്രൽ യൂണിറ്റ് എന്ന് പറഞ്ഞല്ലോ, അത് ബാറ്ററി പവേർഡ് ആണോ അതോ കറണ്ടിൽ നമ്മൾ പവർ കൊടുക്കും? അത് നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ 24/7 കണക്ട് ചെയ്തിട്ടേക്കാണ്. പക്ഷെ അതിനകത്ത് ബാക്കപ്പ് ബാറ്ററി ഉണ്ട്. അത് എല്ലാ യൂണിറ്റും ഉണ്ട് കേട്ടോ. അത് നമ്മൾ എത്ര ഇനിയിപ്പോൾ ചൈനീസ് ബ്രാൻഡ് ഞാൻ പറഞ്ഞില്ലേ, അതിന് പോലും ഉണ്ട് ബാക്കപ്പ് ഉണ്ട്. നമ്മൾ ഒരു 6 hours ആണ് ഇപ്പോൾ ഈ ഒരു ബ്രാൻഡ് പറയുന്ന 6 hours നമുക്ക് ബാക്കപ്പ് കിട്ടുന്നതാണ് പറയുന്നത്, നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ. പിന്നെ എല്ലാ അലാമിനെ പോലെ തന്നെ ഇതിന് കറണ്ട് പോയാലും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, നമുക്ക് SMS വരും, അല്ലെങ്കിൽ അലാം പുഷ് വരും. കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കറണ്ട് തിരിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് റിക്കവർ ആയെന്ന് പറഞ്ഞ അടുത്ത മെസ്സേജും വരും. മറ്റേ ആപ്പിൽ പുഷ് നോട്ടിഫിക്കേഷനും വരും. ഇതിന്റെ ക്ലൗഡ് ആപ്പില്ലേ അതിനകത്ത് പുഷ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ 2 രീതിയിൽ നമ്മൾ അറിയും. പിന്നെ ഇതിനകത്തുള്ള ഒരു ചെറിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കോൾ എടുക്കാനില്ലെങ്കിൽ, നമ്മൾ 2 പേര് സ്ഥലത്തില്ല, റേഞ്ചിന് പുറത്താണെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ ഈ നമ്പർ കൊടുത്തേക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അറിയാൻ പറ്റും. മറ്റേ പ്രൊഫഷണൽ അലാമാണെങ്കിൽ അവർ മോണിറ്റേർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പോലീസ് അല്ലെങ്കിൽ ഗാർഡനെ വിടും. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ബിൽഡ് ക്വാളിറ്റി എപ്പോഴും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് പ്രൊഫഷണൽ അലാമിൻ്റെയാണ്. ആ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയും ആ പിടിക്കുമ്പോൾ ഉള്ള ഒരു ഫീലും, പിന്നെ അതെല്ലാം സ്ക്രൂ ടൈപ്പാണ്.
അത് പ്രൊഫഷണലി അവർ സ്ക്രൂ ചെയ്തിട്ടാണ് ഈ പ്രത്യേകിച്ച് മാഗ്നറ്റിക് കോൺടാക്ട് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞാനിത് വളരെ ഫ്രാങ്ക് ആയിട്ട് പറയുന്നതാണ്. ഞാനത് കാരണം അത് വലിയൊരു പോയിന്റ് ആണ്. ആക്ച്വലി സാധനം ഒട്ടിച്ചു വെക്കുന്നതാണെങ്കിൽ ചൂട് കൊണ്ട് ചിലപ്പോൾ കാലക്രമേണ പോരാം. പക്ഷെ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പിൽ നമുക്ക് നിർത്താം. പക്ഷെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സ്കില്ലിൽ നമുക്ക് ഡു ഇറ്റ് യുവർ സെൽഫ്, അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അവർ, എനിക്ക് തോന്നുന്നത്, അവർ ഈ ഗ്ലൂ ടൈപ്പ് ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് തരുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ PIR സെൻസർ നമ്മൾ വോളിൽ വെക്കുന്നത് ഡ്രിൽ ചെയ്യണം. അത് പിന്നെ നമുക്ക് ഗ്ലൂ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സെൻട്രൽ യൂണിറ്റ് നമ്മൾ ഗ്ലൂ ചെയ്യാൻ പറ്റത്തില്ല, അത് നമ്മൾ ഡ്രിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ക്യാഷ് അനുസരിച്ച് നമുക്ക് എത്ര സെൻസർ വേണമെങ്കിലും അവർ പറയുന്ന അനുസരിച്ച് സെൻസറുകൾ PIR-ഓ മാഗ്നറ്റിക്കോ അതെല്ലാം നമുക്ക് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ നമുക്കൊരു ഡെമോ കാണാം. തീർച്ചയായിട്ടും. ഇതാണ് എൻ്റെ ആപ്പ് അല്ലേ? ഇതാണ് പ്രിൻസ് ആപ്പ്. ഇത് നമുക്ക് ഹോം മോഡിലിടാം. ഇത് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടാം. ഫുള്ള് ആമായിട്ട് ഇടാം. ഇത് നമുക്ക് ഡിസാം ചെയ്തിടാം. ഇത് നമ്മുടെ ഇതിന്റെ ക്ലൗഡ് ആപ്പാണ്. ഇതുവഴിയും ചെയ്യാം. നമുക്ക് മാനുവലായിട്ട് നമ്മുടെ കീപാഡിലും ചെയ്യാം. പിന്നെ നമ്മൾ ഡിസേബിൾ ചെയ്യാനായിട്ട് നമുക്ക് RFID ഉണ്ട്. RFID വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഓരോ സെൻസറുകൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഡിലേ ടൈം ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇതിനകത്ത് ഫുൾ അലാമും മറ്റേ പാർട്ട് അലാമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് പാർട്ട് അലാം, അതായത് ഹോം മോഡ് എന്ന് പറയും. നമ്മൾ നൈറ്റിലൊക്കെ ഇടുന്നത് ഹോം മോഡാണ്. നമ്മൾ ഔട്ട് സൈഡ് പോകുമ്പോൾ നമ്മൾ ഫുൾ ആമിടും. നമ്മൾ ഡിസാം ചെയ്യാനായിട്ട് റിമോട്ട്ലി ചെയ്യാം. നമുക്ക് ഇതുവഴി ചെയ്യാം. പിന്നെ നമുക്ക് ആക്സസറീസ് ആഡ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ TV റൂം, കിച്ചൺ, അതിനകത്ത് PIR ഉണ്ട്. നമ്മൾ തന്നെ ആഡ് ചെയ്ത് നമുക്ക് റീനെയിം ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പിന്നെ നമുക്ക് RFID ആഡ് ചെയ്യാം. ഏതൊരു സംഭവം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതെ. പിന്നെ നമുക്ക് വയർഡ് ഡിറ്റക്ടർ ആഡ് ചെയ്യാം. വയർ ഡിറ്റക്ടർ നമ്മൾ ആഡ് ചെയ്യാറില്ല സാധാരണ ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡിലേ ടൈം ഒക്കെ നമുക്ക് മാറ്റാം. നമുക്കിപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ സെറ്റിങ്ങിൽ കയറിയിട്ട് നമ്മുടെ ആം ആവുന്ന ടൈം, ഡിസാം ആവുന്ന ടൈം, അങ്ങനെയെല്ലാം മാറ്റാം. പാസ്വേഡ് മാറ്റാം. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. നമുക്ക് ഒരു പർട്ടിക്കുലർ സെൻസർ തന്നെ നമുക്ക് ഓഫ് ചെയ്തിട്ട് അതിന്റെ ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ TV റൂമിലെ PIR-ന്റെ ബാറ്ററി റിമൂവ് ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ ഇപ്പൊ അത് ഡീആക്ടിവേറ്റ് ആയി. ഇപ്പൊ എനിക്കത് ധൈര്യമായിട്ട് ടച്ച് ചെയ്യാം. നമുക്ക് ടാമ്പർ വരില്ല, അല്ലെങ്കിൽ ഇത് ടാമ്പർ വരും. ഇപ്പൊ നമ്മൾ അത് ആക്റ്റീവായി, വീണ്ടും ആക്റ്റീവായി. അത് മാത്രം. പ്ലസ് സൈൻ വേണ്ടോ? പ്ലസ് സൈനിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡിറ്റക്ടറും നമുക്ക് ആഡ് ചെയ്യും. അതിന് എങ്ങനെയാണ് 24 hours ആക്റ്റീവ് ആണോ, അല്ല നമ്മൾ ആം ഇടുമ്പോൾ മാത്രം ആക്റ്റീവ് ആവണോ, അങ്ങനെയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു PIR ഡിറ്റക്ടർ നമ്മളൊരു സൈക്കിൾ ഷെഡിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ അലാം ഇടണമെന്നില്ല. അല്ലാതെ തന്നെ അത് 24 hours ആക്റ്റീവിൽ ഇടാം. അപ്പോൾ നമുക്ക് നമ്മുടെ അലാം ഓൺ ചെയ്തില്ലെങ്കിൽ നമുക്ക് അലാം വരും എപ്പോഴെങ്കിലും തുറന്നാൽ. ഇനി അത് വേണ്ട, രാത്രി മാത്രം നമുക്ക് ആം ആവണമെങ്കിൽ അങ്ങനെ ഇടാം. നമുക്ക് ടൈമർ വെച്ചിട്ടിടാം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ വീട്ടിൽ അലാം ഓൺ ആയിട്ട് നേരം വെളുക്കുമ്പോൾ ഓഫ് ആവുന്ന രീതിയിൽ നമുക്കിടാം. പ്രിൻസ്, ഇതാണ് അതിന്റെ സെൻട്രൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ സിം കാർഡ് ഇടുന്നതും വൈഫൈ എല്ലാം പെയർ ചെയ്യുന്നതും. അതെ, വളരെ ചെറുതാണ്. പക്ഷെ ഇതിനകത്ത് എല്ലാം ഉണ്ട്. ബാക്കപ്പ് ബാറ്ററി ഉണ്ട്. 6 hours ആണ് അവർ പറയുന്നത്. പിന്നെ അതിന് LED നോട്ടിഫിക്കേഷൻ എല്ലാം ഉണ്ട്. അത് GSM-ന്റെ, അതെ, അത് യൂണിറ്റ് പവയുടെ എന്നുള്ളതിന്. ഇത് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിന്റെ പവർ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പൊ ഇതിന്റെ പുഷ് നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്കൊന്ന് കാണാം. പുഷ് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യാം. പവർ ഫെയിലിയർ. ഓക്കെ, ഇനി ഞാൻ പവർ തിരിച്ച് ഓൺ ചെയ്യാൻ പോവാം. അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതൊരു 6 hours അതിന്റെ ബാക്കപ്പ് ബാറ്ററിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിനി വീണ്ടും പവർ ഓൺ ചെയ്യാൻ പോവാം. ഇപ്പൊ തിരിച്ച് വീണ്ടും ഒരു പുഷ് നോട്ടിഫിക്കേഷൻ വരും. അലാം പുഷ് വരും. അതെ. ഇപ്പൊ എന്താ വരുന്നേ? എന്തെന്നാ വന്നേ? പവർ റീസ്റ്റോർ. അത് വരും. നമുക്ക് അലാം വരും. പിന്നെ SMS വന്നിട്ടുണ്ടോ? അപ്പൊ ഇത് അലാം ആക്ടിവേറ്റ് ആകുന്നത് എങ്ങനെയാണ്? ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതെ. ഇതിപ്പോ ആക്ടിവേറ്റ് ആണ്. അത് ആ ബ്ലിങ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാം ആക്റ്റീവ് ആണ്. അത് പാർഷ്യൽ മോഡാണ്, ആക്റ്റീവ് ആണ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ അലാം ആക്ടിവേറ്റ് ചെയ്തു. നമ്മളിപ്പോ TV റൂമിലേക്ക് എൻ്റർ ആവുകയാണ്. നമ്മൾ അവിടുത്തെ PIR ഇതനുസരിച്ച് സെറ്റ് ചെയ്തേക്കാണ്. ഡിറ്റക്ട് ചെയ്യും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് അടിക്കും. അതുപോലെ നമ്മളെ അലാം ഇപ്പോൾ കോൾ ചെയ്യാണ് സിം കാർഡ് വഴി. ഇപ്പം നമ്മൾ വൈഫൈ ഡിസേബിൾ ചെയ്തു. ഇപ്പം അലാം നമ്മൾ നിന്നു. ഇപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മളിപ്പോൾ ഇതിൻ്റെ ലോഗിൽ കയറി കഴിഞ്ഞാൽ പ്രിൻസ് തന്നെ ഒന്ന് വായിക്കൂ. എവിടെയാണ് അലാം വന്നതെന്ന് എഴുതിയേക്കണേ? സിസ്റ്റം TV റൂം. അലാം TV റൂം. അവിടെയാണ് അലാം വന്നത്. ഇത് നമ്മുടെ ലോഗാണ്. പിന്നെ നമ്മളത് ഡിസേബിൾ ചെയ്തു. ഇപ്പോൾ ആപ്പിൽ കൂടെ തന്നെ നമ്മൾ ഡിസേബിൾ ചെയ്തു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. വളരെ സിമ്പിൾ.
അപ്പോൾ വളരെയധികം സന്തോഷം. വളരെ ചുരുങ്ങിയ ചെലവിൽ മന്ത്ലി ഫീസ് ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. തീർച്ചയായിട്ടും താങ്ക് യു ഞങ്ങളോട് ഷെയർ ചെയ്തതിന് താങ്ക് യു. ഇത്രയും നേരം പ്രിൻസ് എൻ്റെ കൂടെ സഹകരിച്ച് സംസാരിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.